വെൽക്കം ബാക്ക് ടു പെൻസിൽ മീഡിയ. ഇന്നത്തെ എന്റെ വീഡിയോ കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ. ചെടികൾ എന്ന് വെച്ചാൽ മൈക്രോഗ്രീൻസ്. മണ്ണും വളവും ഒന്നും ഇല്ലാണ്ട് ചെറിയ രീതിയിലുള്ള ഒരു പ്ലാന്റിംഗ്. മൈക്രോഗ്രീൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്ത കുറെ പേരുണ്ടാവും. പ്യൂർലി ഓർഗാനിക് ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇത്. മണ്ണും വളവും പറമ്പും ഒന്നും വേണ്ടത് ചെയ്യാൻ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും സീഡ് മുളപ്പിച്ച് 4 to 7 ഡേയ്സിനുള്ളിൽ വിളവെടുക്കുന്നതിനെയാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. ഈ മൈക്രോഗ്രീനിന്റെ ഇലകൾക്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന ഇലകളെക്കാളും 40 മടങ്ങ് ന്യൂട്രിയൻസ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ മൈക്രോഗ്രീൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലോട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിന്ന് ചെറുപയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിന്നലെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇടാൻ വേണ്ടി ഏതെങ്കിലും ഒരു പാത്രം എടുക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം, പക്ഷേ കുറച്ച് പരന്ന പാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാനിവിടെ ഒരു ഫ്ലവർ വേസാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൽ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് വെച്ച് കൊടുക്കാം. ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ നമുക്ക് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുതിർത്ത ചെറുപയർ കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ ചെറുപയർ മുകളിലായിട്ട് ഇടാൻ പാടില്ല, അപ്പോൾ അതിന് വളർന്നു വരാൻ വേണ്ടി ബുദ്ധിമുട്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു ടിഷ്യൂ കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെള്ളം കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചെറുപയറിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ വേറെ 2 പാത്രത്തിലും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ എവിടെ വെച്ചാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിട്ടുള്ള ഈ ഫ്ലവർ പോട്ട് കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ വെച്ചുകൊടുത്താൽ വേരുകളൊക്കെ താഴേക്ക് ഇറങ്ങി വന്നോളും. ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ 7 ദിവസം കാത്തിരിക്കാം. അങ്ങനെ 7 ദിവസമായി. എന്തായെന്ന് നമുക്ക് നോക്കാം. 7ാമത്തെ ദിവസം നമുക്ക് പറിച്ചെടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി വളരുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം തന്നെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഫ്ലവർ വേസിൽ വെച്ചതിൻ്റെ അടിയിൽ കൂടെ വേരുകളൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ മണ്ണും വളവും ഇട്ടിട്ടല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഇതിന് വളരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ മാക്സിമം ഇത് വളർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഈ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അധികം താഴത്തുനിന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇലകളും അതിൻ്റെ താഴത്ത് കുറച്ച് തണ്ട് മാത്രം മതി നമുക്ക്. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇത്രയില്ല എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പല ഡിഷസും ഉണ്ടാക്കാം. വേണമെങ്കിൽ പരിപ്പിട്ടിട്ട് കറി ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം, ഓംലേറ്റിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്ന് ഈ ഇലകൾ വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, കുറച്ച് തേങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി.
ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉഴുന്നും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി കടുക് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ആ എടുത്ത് വെച്ച് ഉഴുന്ന് കുറച്ച് അതിലിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉഴുന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറിയുള്ളി എടുത്ത് വെച്ചില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ച ഇലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒന്ന് നന്നായി വാടി വരുമ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് സമയം മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.